സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ പുതിയ അധ്യയന വർഷത്തിലേക്ക് വാതിൽ തുറക്കുന്നു. 4.5 ലക്ഷത്തോളം കുഞ്ഞുങ്ങൾ 1-ാം ക്ലാസ്സിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നാളെ ജൂൺ 3 തിങ്കളാഴ്ച 2 മാസത്തെ വേനലവധി കഴിഞ്ഞ് നമ്മുടെ വിദ്യാലയങ്ങൾ നാളെ തുറക്കുകയാണ്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ആദ്യാക്ഷരം പഠിക്കാൻ വേണ്ടി സ്കൂളിലേക്ക് പോകാനൊരുങ്ങും. വിദ്യാഭ്യാസ മന്ത്രിയുടെ പരിഷ്കാരത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഒരുപാട് മാറ്റങ്ങളോടെയുള്ള വർഷമായിരിക്കും ഈ വർഷമെന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഏതായാലും അദ്യാക്ഷരം കുറിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട്, അല്ലെങ്കിൽ നാളെ കലാലയങ്ങളിലേക്ക് വീണ്ടും പോകുന്ന വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, മൂല്യവത്തായ അർത്ഥവത്തായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കലാലയങ്ങളിൽ നിന്ന്, പുസ്തകത്താളുകളിൽ നിന്ന് പഠിച്ചെടുക്കാനും മനസ്സിലാക്കിയെടുക്കാനും ഉണ്ട്. അത് നന്നായി ഉപയോഗപ്പെടുത്തുക. നമ്മുടെ ഈ ഒരു വർഷം അത് നല്ലൊരു വർഷമായി, നന്മയുടെ വർഷമായി, ഒരുപാട് നല്ല പ്രവർത്തനങ്ങളുടെ വർഷമായി മാറ്റാൻ നമ്മൾ മുന്നോട്ട് വരിക. കേവലം പുസ്തകത്താളുകളിൽ നിന്ന് മാത്രം നേടുന്നതല്ല വിദ്യാഭ്യാസം എന്ന് പറയും. അനുഭവങ്ങളിലൂടെ, മറ്റുള്ള കാര്യങ്ങളിലൂടെ ഒക്കെ നേടിയെടുക്കുന്നതാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. കേവല പുസ്തകത്തിൽ നിന്ന് മാത്രം അറിവ് നേടുന്ന പുസ്തക പുഴുക്കളായി നമ്മൾ ആരും മാറാൻ പാടില്ല. നല്ല സൗഹൃദങ്ങൾ സ്ഥാപിച്ച്, നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുത്ത്, നല്ലവരുമായി കൂട്ടുകൂടി, നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് എല്ലാ മേഖലയിലും കഴിവ് തെളിയിക്കുന്ന വിദ്യാർത്ഥികളായി നമ്മൾ മാറണം. ഈ ഒരു വർഷത്തിൽ ഒരുപാട് പരിപാടികളും പദ്ധതികളും നമ്മുടെ കലാലയങ്ങളിൽ നടക്കും. നമുക്ക് യോജ്യമായ കലോത്സവ പരിപാടികളിൽ നമ്മൾ പങ്കെടുക്കണം. അതിൽ വിജയിക്കാൻ നമ്മൾ ശ്രമിക്കണം. വിജയമോ പരാജയമോ പ്രശ്നമില്ല, പങ്കെടുക്കലാണ് അത് ഏറ്റവും വലിയ താല്പര്യം. അതുപോലെ മറ്റു മത്സര പരീക്ഷകൾ, മറ്റുള്ള കോമ്പറ്റീഷനുകൾ, സ്പോർട്സ് ആവട്ടെ, ആർട്സ് ആവട്ടെ, തുടങ്ങി ഏത് വിഷയമാണെങ്കിലും അതെല്ലാം പങ്കെടുത്തുകൊണ്ട് ഈ ഒരു വർഷം വളരെ നല്ലൊരു വർഷമാക്കി നമ്മൾ മാറ്റണം. ലഹരിക്കും മറ്റുള്ള മയക്കുമരുന്നിനും തിന്മയുള്ള കൂട്ടുകാരും നമുക്ക് വേണ്ട. അതിനോട് നമ്മൾ വിട പറഞ്ഞ് നല്ലതുമായി ബന്ധപ്പെട്ട് നല്ലവണ്ണം പഠിച്ച് നല്ല മാർക്കോടുകൂടി പരീക്ഷയിൽ പാസ്സായി നല്ലൊരു ഭാവി കണ്ടെത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നമ്മൾ ഏത് കലാലയങ്ങൾ, മദ്രസയിലേക്കാണെങ്കിലും സ്കൂളിലേക്കാണെങ്കിലും നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോകുന്നത് നമ്മൾ നന്നാവാൻ വേണ്ടിയാണ്, അറിവ് നേടി അതനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ പാഠപുസ്തകങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ, അത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഭാഷാപരമായ കഴിവുകൾ വളർത്തിയെടുക്കൽ ഓരോരുത്തരുടെയും കടമയാണ്, ഓരോരുത്തർക്കും നിർബന്ധമാണ്. കാരണം വിദ്യയില്ലെങ്കിൽ അവർക്ക് സമൂഹത്തിൽ ഒരു വിലയും ഉണ്ടാവുകയില്ല. വിദ്യ തന്നെ സമൂഹത്തിന് പ്രധാനം. വിദ്യയാണ് എല്ലാത്തിനും മേലെ നിൽക്കുന്നത്, പണത്തിനും മേലെ നിൽക്കുന്നത് അറിവാണ്, വിദ്യാഭ്യാസമാണ്. ആ വിദ്യാഭ്യാസം കൂടുതൽ നേടുക, കൂടുതൽ നേടിയെടുക്കുക, കൂടുതൽ വളരെ മത്സരബുദ്ധിയോടുകൂടി പഠിക്കുക, നല്ല ഭാവിയുള്ള മക്കളാവുക. ബെസ്റ്റ് ഓഫ് ലക്ക്. നാളെ നല്ല ഒരു പുലരിയാവട്ടെ. നല്ല മനസ്സോടെ, നല്ല തീരുമാനങ്ങളോടെ കലാലയ മുറ്റത്തേക്ക് നമുക്ക് നടന്നു നീങ്ങാം. ഗുഡ് ലക്ക്. അസ്സലാമു അലൈക്കും.